ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാം വർക്കറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ കണ്ടെത്തുക. ഒന്ന്, ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന, മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഇതിലേതാണ്? ഇതിൽ 1, 2, 4 ശരി കേട്ടോ. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 1, 2, 4 ഇതിൽ ഓപ്ഷൻ എ ബിയിലൊക്കെ 3 ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. പിന്നെ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്തായാലും നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്, അതുപോലെ മാർഗനിർദ്ദേശ തത്വങ്ങളാണ് എന്നിവയാണ് ഇതിൻ്റെ മെയിൻ സവിശേഷതകളായിട്ട് വരുന്നത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ മറ്റ് സവിശേഷതകളോട് നമുക്ക് നോക്കാം. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന അത് നമ്മുടെയാണ്, ഇന്ത്യയുടെയാണ്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആണെങ്കിൽ ഇന്ത്യയുടെയാണ്. ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന ആണെങ്കിൽ അമേരിക്കേൻ്റെതാണ്. ഇനി നമ്മുടേത് പാർലമെൻ്ററി ജനാധിപത്യമാണ്. ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും അതുപോലെ മാർഗനിർദ്ദേശ തത്വങ്ങളുമുണ്ട്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം, അതുപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളായിട്ട് വരുന്നത്. SCERTയിലെ പോയിന്റ് തന്നെയാണ് ഈ തന്നിരിക്കുന്നത്. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന് ചുമതലയെ സൂചിപ്പിക്കുന്ന? 1, ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങൾ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് പാർലമെൻറ്റാണ് കേട്ടോ. പാർലമെൻറ്റിൻ്റെ മറ്റ് ചില അധികാരങ്ങളെന്ന് പറയുമ്പം ഒന്ന് നമ്മുടെ നിയമനിർമ്മാണം ഉണ്ട്. നമുക്കറിയാവുന്നതാണ് പാർലമെൻറ്റിൻ്റെ ഒരു അധികാരമാണ് നിയമം നിർമ്മിക്കുക എന്നത്. പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നിയമനിർമ്മാണം ഉണ്ട്. പിന്നെ ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങൾ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇംപീച്ച്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു സഭയിൽ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയിട്ട് നമ്മുടെ പുറത്താക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇംപീച്ച്മെൻറ്റ് നടപടികൾ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കും. അതായത് നമ്മുടെ ഈ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അർദ്ധ ജുഡീഷ്യൽ നടപടിക്രമമാണെന്ന് നമ്മൾ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുന്നത് പാർലമെൻറ്റാണ്. ഇനി എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് പാർലമെൻറ്റാണ്. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും, അതും ഭരണഘടനാ ഭേദഗതി സ്റ്റാർട്ട് ചെയ്യുന്നതും ഏതെങ്കിലും ഒരു സഭയിലായിരിക്കും. അതുപോലെ അത് അംഗീകരിക്കൽ, അത് ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കണം. ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയാൽ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഉണ്ട്. ഇനി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുന്നുണ്ട്. പാർലമെൻറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണെങ്കിൽ രാഷ്ട്രപതിൻ്റെയും അതുപോലെ ഉപരാഷ്ട്രപതിൻ്റെ ആണെങ്കിൽ മൊത്തം അംഗങ്ങളും അങ്ങനെയുള്ളൊരു കേസിൽ വരുമ്പോൾ അതിലും പങ്കാളികളാവുന്നുണ്ട്. ഇനി പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുന്നുമുണ്ട്. പൊതുഖജനാവിൻ്റെ സംരക്ഷകനാണ് നമ്മുടെ പാർലമെൻ്ററി കമ്മിറ്റികൾ. നമ്മൾ പലത് PACയും പബ്ലിക് അണ്ടർടേക്കിങ്സും എസ്റ്റിമേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതാണ് പൊതുഖജനാവിൻ്റെ സംരക്ഷകനായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ആരുടെയാണ്? പാർലമെൻറ്റിൻ്റെ ചുമതലകളാണ്. ഇനി അടുത്ത ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ പ്രവർത്തിച്ചത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ് കേട്ടോ. തിരുവിതാംകൂറിലാണ് LMS പ്രവർത്തിച്ചത്. CMS ആണെങ്കിൽ കൊച്ചി തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചു. ഇത് നമ്മുടെ BES ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM ആണെങ്കിൽ അത് മലബാർ മേഖലയെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. ഇനി വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയത് എന്നാണെന്ന്? അപ്പോൾ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയത് 1924 നവംബർ 1 കേട്ടോ. മഹാത്മാഗാന്ധിൻ്റെ ഉപദേശപ്രകാരമാണ് നമ്മുടെ സവർണജാഥ 1924 നവംബർ 1 മന്നത്ത് പത്മനാഭൻ തുടങ്ങിയത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണജാഥ സംഘടിപ്പിച്ചത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. ഇനി സവർണജാഥ തിരുവനന്തപുരത്ത് എത്തിയൊരു ഡേറ്റ് ഉണ്ട്. അത് 1924 നവംബർ 12 തിരുവനന്തപുരത്ത് എത്തിയത് 1924 നവംബർ 12 ഇനി നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാണെങ്കിൽ ആരാണ്? നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ME നായിഡുവും. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ചോദിച്ചത് അത് റാണി സേതുലക്ഷ്മി ബായിയുമാണ് കേട്ടോ. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ റാണി സേതുലക്ഷ്മി ബായിയാണ്. അതായത് വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റാണി സേതുലക്ഷ്മി ബായിയും അത് അവസാനിക്കുന്ന സമയത്ത് ശ്രീമൂലം
അതെ, ശ്രീമൂലം തിരുനാൾ കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റാണി സേതുലക്ഷ്മിബായും അത് അവസാനിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളുമായിരുന്നു. അപ്പം വൈക്കത്തിന് മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ ആരായിരുന്നു ചോദിച്ചാൽ അത് നമ്മുടെ സേതുലക്ഷ്മിബായി ആണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ച വർഷം ചോദിച്ചാൽ 1925 കേട്ടോ. 1925 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് ആണെങ്കിലോ അത് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? ധർമ്മേന്ദ്ര പ്രധാനാണ് കേട്ടോ. ധർമ്മേന്ദ്ര പ്രധാനാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ഇതിൽ പ്രഹ്ലാദ് ജോഷി ആണെങ്കിൽ നമ്മുടെ ഉപഭോക്തൃകാര്യം വരും, ഭക്ഷ്യ പൊതുവിതരണം വരും, അതുപോലെ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയും വരും. ഉപഭോക്തൃകാര്യങ്ങൾ, ഭക്ഷ്യം, പൊതുവിതരണം, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ് പ്രഹ്ലാദ് ജോഷി. ഇനി പീയൂഷ് ഗോയൽ ആണെങ്കിൽ വാണിജ്യവും വ്യവസായവുമാണ് പീയൂഷ് ഗോയലിൻ്റെ കയ്യിലുള്ളത്. ശിവരാജ് സിംഗ് ചൗഹാൻ ആണെങ്കിൽ കൃഷിയും കാർഷിക വികസനവും റൂറൽ ഡെവലപ്മെൻറ്റൊക്കെയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ കയ്യിലുള്ളത്. കൃഷിയുണ്ട്, കാർഷിക ക്ഷേമമുണ്ട്, പിന്നെ നമ്മുടെ ഗ്രാമീണ വികസനം അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻവാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻവാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയുടെ വാക്കുകളാണ് ഇവ. ഇനി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണെന്ന്? ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി ആണെങ്കിൽ അത് ബംഗാളാണ് കേട്ടോ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറിയാണ് ബംഗാൾ. ഇനി 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാരാണ്? 1.25 കോടി മലയാളി എഴുതാണ് EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എഴുതിയത്. ഇനി 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തെയാണ്? 2024 18ാമത് ലോക്സഭ ഇലക്ഷനാണ് നടന്നത്. ഇനി 1916 DK കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? 1916 DK കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, 1916 വന്ന കോളേജിൻ്റെ പേരാണ് SNDT കേട്ടോ. SNDT കോളേജാണ് ശ്രീമതി നദീബായി ദാമോദർ തക്കർസെ വുമൻസ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. SNDT യൂണിവേഴ്സിറ്റിയാണ് 1916 സ്ഥാപിച്ച ആദ്യത്തെ വനിതാ സർവകലാശാല. ഇനി DK കാർവെ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? DK കാർവെ കമ്മിറ്റി 1955 ചെറുകിട വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ് DK കാർവെ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ പെൺകുട്ടികൾക്കായിട്ടുള്ള ആദ്യത്തെ സ്കൂൾ അത് സ്ഥാപിച്ചത് 1848 അത് ജ്യോതിബായി ഫുലെയും സാവിത്രി ഫുലെയും അങ്ങനെ അവരുടെ ഭാര്യയായിട്ടുള്ള സാവിത്രി ഫുലെയും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ 1848 ആദ്യത്തെ പെൺകുട്ടികൾക്കായിട്ടുള്ള സ്കൂൾ സ്ഥാപിച്ചത്. അടുത്ത, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആനന്ദമഠാണ് കേട്ടോ. ആനന്ദമഠാണ് ശ്രദ്ധേയമായിട്ടുള്ള നോവൽ. ഓക്കെ, ആനന്ദമഠത്തിൻ്റെ രചയിതാവെന്ന് പറയുന്നത് നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം എഴുതിയത്. നീൽ ദർപ്പൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നീൽ ദർപ്പൺ അത് നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയതാണ് നീൽ ദർപ്പൺ എഴുതിയത് നീൽ ദർപ്പൺ ആണെങ്കിൽ നമ്മുടെ ദീനബന്ധു മിത്രയാണ് കേട്ടോ. ദീനബന്ധു മിത്ര എഴുതിയതാണ് നീൽ ദർപ്പൺ. ഒരു ബംഗാളി ഭാഷയിൽ എഴുതിയ കൃതിയാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. ഇനി ഗോദാൻ ആണെങ്കിൽ അത് പ്രേംജീൻ്റെയാണ്, അത് ഹിന്ദി ലാംഗ്വേജിൽ എഴുതിയതാണ് ഗോദാൻ. ഗീതാഞ്ജലി ആണെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയാണ്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ആണെങ്കിൽ ഗീതരഹസ്യം ആരുടെയാണ്? ഗീതരഹസ്യം അത് ബാൽഗംഗാധർ തിലകിൻ്റെയാണ് കേട്ടോ. ഗീതരഹസ്യം ബാൽഗംഗാധർ തിലകിൻ്റെയാണ്. ഇനി ടാഗോറിൻ്റെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? ടാഗോറിൻ്റെ ആദ്യ കവിതാ സമാഹാരം കബികാഹിനിയാണ് കേട്ടോ. കബികാഹിനിയാണ് ടാഗോറിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമായിട്ട് പറയുന്നത്. ഇനി ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഈ ഗീതാഞ്ജലി. 1913 കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇത് ഏത് നവോത്ഥാന നായകനെ പറ്റിയാണ് പറയുന്നതെന്ന്? ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്ന് പറഞ്ഞതോ ഏത് സമ്മേളനത്തിനെ പറ്റിയിട്ടാണ്? അത് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു ആണ്. സർവമത സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞ വാക്കുകളാണ് അത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റ് കണ്ടെത്തുക. അയ്യങ്കാളി കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരു അരിപ്പുര ക്ഷേത്രപ്രതിഷ്ഠ, വൈകുണ്ഠസ്വാമികൾ ഐത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണനാണ്. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. കാരണം സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1905 ജനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി നമ്മുടെ സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത്. 1905 ജനുവരി 19. പിന്നെ 1910 ഇത് കണ്ടുകെട്ടുന്നുണ്ട്, നിരോധിക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ സ്വദേശാഭിമാനി പത്രം. പിന്നെ രാമകൃഷ്ണൻ എന്ന് പറയുന്നത് ഇതിൻ്റെ 2ാമത്തെ എഡിറ്ററാണ്. അദ്ദേഹത്തെ നാട് കടത്തുന്നതൊക്കെ 1910. ഇനി ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? ദേശീയ സമരകാലത്തെ പ്രധാന പത്രമാണ് അൽ ഹിലാൽ. ഇതിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന മൗലാന അബ്ദുൽ കലാം ആസാദാണ് അൽ ഹിലാൽ പത്രത്തിന് നേതൃത്വം നൽകിയത്. ഇനി അൽ ഹിലാലും അതുപോലെ തന്നെ അൽ ബലാഗ് പത്രം ആര് തന്നെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെ കേട്ടോ. അൽ ഹിലാലുണ്ട്, അൽ ബലാഗ് ഉണ്ട്. ഇത് രണ്ടും മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. അടുത്ത ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് കണ്ടെത്തുക. ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലികാവകാശങ്ങൾ, ഭരണഘടനയുടെ 3ാം ഭാഗം, നിർദ്ദേശതത്വങ്ങൾ മഹാത്മാഗാന്ധി, ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇതിൽ തെറ്റായത് ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ല. ലക്ഷ്യപ്രമേയം നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചതാണ്. അതാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്നും മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സൗജന്യ നിയമസഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഓക്കെ, ഇതിൽ 1ഉം 2ഉമാണ് മൗലിക അവകാശങ്ങളായിട്ട് വരുന്നത്. നമുക്ക് 6 മൗലിക അവകാശങ്ങളുണ്ട്. അതിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, മതസ്വാതന്ത്ര്യമാണ് ഇതിൽ വരുന്നത്. സൗജന്യ നിയമസഹായവും അതുപോലെ ലഹരി വസ്തുക്കളുടെ നിരോധനമൊക്കെ നിർദ്ദേശ തത്വങ്ങളിൽ പോകുന്നതാണ്. ഇനി നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇതാരുടെ വാക്കുകളാണ്? നിങ്ങൾ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ നിങ്ങളെക്കാൾ മോശമായിട്ടുള്ളവർ ഇതിൽ ഇടപെടുമെന്ന് പറഞ്ഞത് പ്ലേറ്റോ ആണ് കേട്ടോ. പ്ലേറ്റോൻ്റെ വാക്കുകളാണ് ഇത്. ഇനി രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് പറഞ്ഞത് ആരാണ്? രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് പറഞ്ഞത് ജെറമി ബന്താമാണ് കേട്ടോ. ജെറമി ബന്താമാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. ഇത് നമ്മുടെ SCRT-യിൽ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന ചാപ്റ്ററിലാണ് കേട്ടോ. 9ാം ചാപ്റ്ററാണ്. ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നതാണ് രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതല എന്ന് കണക്കാക്കിയിരുന്ന ഗ്രീക്ക് ചിന്തകരെ ചോദിച്ചു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടലും പ്ലേറ്റോ ആണ്. പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നതാണ് രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതല എന്ന് കണക്കാക്കപ്പെട്ട 2 ഗ്രീക്ക് ചിന്തകരാണ് പ്ലേറ്റോവും അരിസ്റ്റോട്ടലും. ഇനി ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിൽ നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞതാണ് ആര്? അരിസ്റ്റോട്ടിൽ കേട്ടോ. അങ്ങനെയുള്ളവരെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. നമ്മുടെ രാഷ്ട്രീയ വിഷയങ്ങൾ, അതായത് തന്ത്രശാസ്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഈ അരിസ്റ്റോട്ടിൽ കേട്ടോ. രാഷ്ട്രതന്ത്രശാസ്ത്രം അല്ലെങ്കിൽ ഇതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിലാണ്. ഇനി നായർ മേധാവിത്വത്തിൻ്റെ പഠനം എന്ന ഗവേഷണ പഠനം നടത്തിയത് ആരാണ്? SCRT പോയിന്റിലാണ് നായർ മേധാവിത്വത്തിൻ്റെ പഠനം എന്ന ഗവേഷണ പഠനം നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് റോബിൻ ജെഫ്രിയാണ് കേട്ടോ. റോബിൻ ജെഫ്രിയാണ് നായർ മേധാവിത്വത്തിൻ്റെ പഠനം നടത്തിയത്. ഇനി കാൾ മാർക്സ് എന്നോട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ മാർക്സിസം എന്ന ആശയം കൊണ്ടുവന്നത് കാൾ മാർക്സ് ആണ്. കാൾ മാർക്സും നമ്മുടെ ഏംഗൽസണും ചേർന്നിട്ടാണ് ഈ മാർക്സിസം എന്ന ആശയം കൊണ്ടുവന്നത്. അഗസ്ത കോംബെ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഈ അഗസ്ത കോംബെ. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ഇതും PYQ തന്നെയാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ചോദിച്ചിട്ടുണ്ട്. അഗസ്ത കോംബെയാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ യൂറോപ്പിലാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നാണ്. ഇനി ഒരു പോയിന്റും കൂടെ പറയാം, നമ്മുടെ SCRT-ൽ തന്നെ ഉള്ളതാണ്. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകൻ ചോദിച്ചാൽ അത് ഹെർബർട്ട് സ്പെൻസറാണ്. പരിണാമ സിദ്ധാന്തം ആരുടെയും ചോദിച്ചാൽ ചാൾസ് ഡാർവിൻ്റെ ആണ്. അതിനെ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. ഇനി ജീവശാസ്ത്രപരമായ പരിണാമം പോലെ
മനുഷ്യ സമൂഹവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പരിണമിച്ചാണ് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് വ്യക്തമാക്കിയ ആളാണ് നമ്മുടെ ഹെർബർട്ട് സ്പെൻസർ കേട്ടോ. ജീവശാസ്ത്രപരമായ പരിണാമം പോലെ തന്നെ മനുഷ്യ സമൂഹവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പരിണമിച്ചാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിയത് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത്. ഈ സമൂഹശാസ്ത്രത്തിൻ്റെ വികസനത്തിന് സംഭാവന നൽകിയ പ്രമുഖരാണ് ഈ കാൾ മാക്സും പിന്നെ എമൈൽ ദുർഖിമുണ്ട്, മാക്സ് വെബറും ഉണ്ട്, മാക്സ് വെബർ. ഓക്കെ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാലഗണനാക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം. അതിൽ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നത് 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ്. ഇനി ബഹിരാകാശ സംഘടനയാണെങ്കിൽ 1969 വന്നു. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. ഇനി ചന്ദ്രയാൻ ദൗത്യം ഇതിൽ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ചന്ദ്രയാൻ 1 ആയിരിക്കും. അതെന്തായാലും 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. അപ്പോൾ കാലഗണനാക്രമത്തിൽ ഇതിനെ ക്രമീകരിക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാണ്? നമ്മുടെ ഒന്നാമത്തത് ഫസ്റ്റ് വരും, 2, 3, 4 എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ 1, 2, 3, 4 ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആണ് ആര്? സുമൻ ബറിയാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബറിയും CEO ആണ് BVR സുബ്രഹ്മണ്യം. ഇനി നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാൽ അത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. നരേന്ദ്രമോദിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ഇനി അരവിന്ദ് പനഗ്രിയ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ് അരവിന്ദ് പനഗ്രിയ. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായുമാണ് കരാറിൽ ഒപ്പിട്ടത്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന 1, 2, 4 ഇതിൽ ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്തതാണ്. അപ്പോൾ ഏതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന? അത് 3 മാത്രമാണ് കേട്ടോ ബന്ധമില്ലാത്തത്. ഇനി ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനും തമ്മിൽ കരാറിൽ ഒപ്പിട്ടത് ഏത് കരാറാണ്? അത് താഷ്കണ്ട് കരാറുണ്ട്. 1966 താഷ്കണ്ട് കരാറിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനും ജനുവരി 10 ഒപ്പിട്ടത്. ജനുവരി 11 നമ്മൾ ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിക്കുകയും ചെയ്തു 1966 തന്നെ. ഒരു കൊച്ചു കുരുവിയുടെ പതനം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ ലാൽ ബഹദൂർ ശാസ്ത്രി ഈ താഷ്കണ്ട് കരാർ ഒപ്പിട്ടതിനെ പറ്റിയിട്ടൊക്കെയാണ്. അതിനെ പറ്റിയ സംഭവങ്ങളെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഇനി അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടെയാണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ബക്രാനങ്കൽ ഡാമിൻ്റെ ഇനോഗ്രേഷൻ സമയത്താണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെയൊരു കോട്ട് പറഞ്ഞത് കേട്ടോ. ബക്രാനങ്കൽ ഡാമിൻ്റെ ഇനോഗ്രേഷൻ ടൈമിലാണ്. ഇനി ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് ഏത് ഡേറ്റിലാണെന്ന്? അത് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത്. ഇനി ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1951-56 പദ്ധതിയുടെ കാലയളവ്. വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി. കാർഷിക മേഖലയുടെ സമഗ്ര സംഭാവനയ്ക്ക് ഊന്നൽ നൽകി. ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതി ആണെങ്കിൽ ഓപ്ഷൻ എ ശരിയാണ്. പിന്നെ 3 ശരിയാണ്, 4 ശരിയാണ്. അതായത് 1, 3, 4 ശരിയായിട്ടുള്ളത്. വ്യവസായ മേഖലയ്ക്ക് ഊന്നൽ നൽകിയത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഭിലായി സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ ഫ്രാൻസ്. ഇത് തെറ്റായത് എന്താണ്? ഓപ്ഷൻ 4 ബൊക്കാറോ എന്ന് പറയുന്നത് ജാർഖണ്ഡിലുള്ളതാണ്. അത് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ തന്നെയാണ് ബൊക്കാറോയും സ്ഥാപിതമായത്. അതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ഇനി കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. ഇതിൽ ശരിയായിട്ടുള്ളത് 1, 2, 4 മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? അത് പാമ്പാടും ചോലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം എന്ന് പറയുന്നത്. അതുപോലെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനം സൈലന്റ് വാലി ഉണ്ട്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനവും എവർഗ്രീൻ ഫോറസ്റ്റ് നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നതൊക്കെ സൈലന്റ് വാലിയിലാണ്.
പിന്നെ വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം, ഇടുക്കിയിലാണ്. സൈലന്റ് വാലി ആണെങ്കിൽ പാലക്കാട്. ഇനി താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? കേരള അത്ലറ്റുകൾ: KT ഇർഫാൻ, സിനി ജോസ്, ജിമ്മി ജോർജ്, അഞ്ജു ബോബി ജോർജ്. ഓക്കെ, ഇതിലെ ആൻസർ വരുന്നത് 1, 2, 4 മൂന്നാമത്തേത് നമ്മുടെ ജിമ്മി ജോർജ് എന്താണ്? വോളിബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഞ്ജു ബോബി ജോർജ് ആണെങ്കിൽ ഓട്ടമാണ്. സിനി ജോസും സ്പ്രിൻ്ററാണ്. പിന്നെ KT ഇർഫാൻ ആണെങ്കിൽ നടത്തമാണ് കേട്ടോ, നടത്തമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ചത് 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ട് 1ഉം 4ഉമാണ് ആൻസർ കേട്ടോ. 1ഉം 4ഉമാണ്. മത്സ്യഫെഡ് ആരംഭിച്ചത് 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇനി കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം അത് കരിമീനാണ്, കരിമീൻ. ഇനി മത്സ്യബന്ധന മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ചോദിച്ചുള്ളത് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയാണ്. ഇനി താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത നമ്പർ 3 ആണ്. നമ്മുടെ കൊല്ലം കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം കോഴിക്കോട് എന്ന് പറയുന്നത് ദേശീയ ജലപാത നമ്പർ 3 ആണ്. ഇനി ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ദിവസം എന്നാണ്? സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതും നേരത്തെ നമ്മൾ ലാൻഡിംഗ് നടത്തുന്നത് തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അതെ, അത് തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല. അതെന്ന് തന്നെയാണ്? 2023 ഓഗസ്റ്റ് 23 2023 ജൂലൈ 14 ലോഞ്ച് ഡേറ്റ് ആണ്. 2023 ഓഗസ്റ്റ് 5 ആണെങ്കിൽ അത് അവരുടെ ഭ്രമണപഥത്തിൽ എത്തിയ ഡേറ്റ് ആണ്. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയ ഡേറ്റ് ആണ് ഈ ഓഗസ്റ്റ് 5 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്തായാലും ഓഗസ്റ്റ് 23 തന്നെയാണ്. നേരത്തെ കുറച്ച് ലാൻഡ് ചെയ്ത ഡേറ്റ് വെച്ചിരിക്കുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് തന്നെയാണ് ആൻസർ വരിക. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ് സമൂഹത്തിൻ്റെ തലസ്ഥാനം. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. ഓക്കെ, ഇത് അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ആൻഡമാൻ നിക്കോബാർ ബേ ഓഫ് ബംഗാളാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്? നമ്മുടെ ലക്ഷദ്വീപാണ്. ഇനി ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം. ഇതിൽ ഓപ്ഷൻ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അതായത് പോർട്ട് ബ്ലെയർ ആണ് ഇതിൻ്റെ ക്യാപിറ്റൽ. പിന്നെ ഏകദേശം അവർ 200 പറയുന്നുണ്ട് ആൻഡമാനിൽ. ഇനി നിക്കോബാറിൽ ഏകദേശം 22ഒക്കെയാണ് കാണിക്കുന്നത്. 36 ദ്വീപുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് ലക്ഷദ്വീപിലെ കാര്യമാണ് പറയുന്നത്. ഇനി ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ 572 ഗൈഡിലൊക്കെ പറയുന്നത്. ആൻഡമാൻ നിക്കോബാറിൽ ടോട്ടൽ ദ്വീപസമൂഹങ്ങളുടെ എണ്ണം 572 പറയുന്നത്. ഇനി താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് കാൻല, നവശവ, പാരദ്വീപ്, ഹാൽദിയ. ഇതിൽ കാൻല എവിടെയാണ്? കാൻല ഒഡീഷയാണ്. ഒഡീഷയിലെ ഗുജറാത്ത്. കാൻല ഗുജറാത്താണ്. നവശവ എന്നുള്ളത് മുംബൈയാണ്, മഹാരാഷ്ട്രയാണ്. പാരദ്വീപ് ഒഡീഷയാണ്. ഹാൽദിയ എന്നുള്ളത് കൊൽക്കട്ടയാണ്. അപ്പോൾ ഇത് നമ്മുടെ കിഴക്കെന്ന് പറയുമ്പോൾ അത് പാരദ്വീപും ഹാൽദിയാണ് വരുന്നത്. 3ഉം 4ഉമാണ് ആൻസർ. കാൻല, നവശവയൊക്കെ പടിഞ്ഞാറൻ തീരമേഖലയിലുള്ളതാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഏത്? പെരിയാറാണ് കേട്ടോ. പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. 1950 പെരിയാർ വന്നത്. അതിന് മുന്നേ 1934 നെല്ലിക്കാമ്പെട്ടി സാഞ്ചുറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിത്ര തിരുനാൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അത് 1950 വന്യജീവി സങ്കേതമായി മാറുകയാണ് ചെയ്തത്. ഇനി 1978 പെരിയാർ ടൈഗർ റിസർവായി. 1978 പെരിയാർ ടൈഗർ റിസർവായി. 1982 പെരിയാർ ദേശീയോദ്യാനമായി മാറിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും ചോദിച്ചാൽ അത് പെരിയാർ തന്നെയാണ്. പിന്നെ പെരിയാറിനെ പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ അത് 1992 പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതിൻ്റെ കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വയനാടും പറമ്പിക്കുളവും വന്ന വർഷം ചോദിച്ചാൽ 1973 കേട്ടോ. വയനാടും പറമ്പിക്കുളവും 1973. ഇടുക്കി ആണെങ്കിലോ? ഇടുക്കി വന്യജീവി സങ്കേതം 1984 ഇടുക്കി വന്നത്. 85 ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധി. കൊണ്ടുവന്ന ടൈമിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇനി താഴെ പറയുന്നതിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ് കേട്ടോ. കടൽ തീരമില്ലാത്ത ജില്ല പത്തനംതിട്ടയാണ്. നമുക്ക് 14 ജില്ലകളിൽ 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്. ബാക്കി 5 കടൽ തീരമില്ലാത്ത ജില്ലകളാണ്.
സോ കടൽ തീരം ഇല്ലാത്തതെന്ന് പറയുമ്പോൾ പത്തനംതിട്ട, കോട്ടയം കടൽ തീരം ഇല്ല, പിന്നെ വയനാട്, ഇടുക്കിക്കില്ല, അതുപോലെ പാലക്കാട്, ഈ 5 എണ്ണത്തിനാണ് നമുക്ക് കടൽ തീരം ഇല്ലാത്തത്. ഇനി ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നൊക്കെ പറയുന്ന ഏതിൻ്റെ പോഷക നദിയാണ്? അത് നമ്മുടെ കൃഷ്ണയാണ് കേട്ടോ. കൃഷ്ണൻ്റെ പോഷക നദിയാണ് തുംഗഭദ്ര, ഭീമ, കൊയ്നയൊക്കെ. ഗിർന, അനർ ഒക്കെ ഏതിൻ്റെയാണ്? ഗിർന, അനർ ഒക്കെ അത് താപ്തിൻ്റെയാണ്, ഗിർന അനർ. ഇനി ഇബ്, ടെല്ല്, ഷിയോന അതൊക്കെ ആണെങ്കിലോ? ഇബ്, ടെല്ല്, ഷിയോന എന്നാണെങ്കിൽ മഹാനദീൻ്റെ ആണ്. ശബരി, പെൻഗംഗ ഇതൊക്കെ ആണെങ്കിലോ? ശബരി, ഇന്ദ്രാവതി, പെൻഗംഗ അതൊക്കെ ആണെങ്കിൽ ഗോദാവരിൻ്റെതാണ്. ഇനി കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നതൊന്നും ശരിയല്ലാത്തത് കണ്ടെത്തുക. വാഴച്ചാൽ തൃശ്ശൂർ, ചിയാപ്പാറ പത്തനംതിട്ട, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. ഇതിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് ചിയാപ്പാറയാണ്, അത് പത്തനംതിട്ട അല്ല. ചിയപ്പാറ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് കേട്ടോ. മൂന്നാർ ഇടുക്കിയിലാണ് ചിയപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഇനി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യ താരം ഏതാണ്? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യ താരം. ഓക്കെ, ഇതിൻ്റെ ആൻസർ വിരാട് കോഹ്ലിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ ഉള്ളത് വിരാട് കോഹ്ലിൻ്റെ പേരിലാണ്. അതുപോലെ ആദ്യമായിട്ട് 50 സെഞ്ചുറികൾ നേടിയതും വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ് ഇതിൽ മറികടന്നത്. നമ്പർ ഓഫ് സെഞ്ചുറിയിൽ ഏറ്റവും കൂടുതൽ മറികടന്ന് ആരംഭിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ്. ഇനി താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതല്ല? പത്കായ് ബൂം, മീസോ കുന്നുകൾ, ഹിമാദ്രി, ഗാരോ ഖാസി കുന്നുകൾ. ഇതിൽ 1, 2, 4 കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത്. ഹിമാദ്രി എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയ അതായത് ഹിമാദ്രി, ഹിമാലയം, ശിവാലിക് എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയൻ്റെ സബ് യൂണിറ്റുകളായിട്ട് വരുന്നതാണ്. അടുത്ത ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. കായലുകളും അടിമുഖങ്ങളും കാണപ്പെടുന്നു. താരതമ്യേന വീതി കൂടുതലാണ്. അപ്പോൾ ഇതിൽ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ശരിയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നില്ല. ഡെൽറ്റ രൂപീകരണം കിഴക്കൻ തീരസമതലത്തിൽ നടക്കുന്നതാണ്. അപ്പം ഇതിൽ 2 തെറ്റാണ്. അടുത്ത കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുള്ളത് ശരിയാണ്. ഇനി താരതമ്യേന വീതി എങ്ങനെയാണ്? താരതമ്യേന വീതി കുറവാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതൊക്കെ വരും? 1, 3 ഓപ്ഷൻ വരേണ്ടത്. പക്ഷെ ഓപ്ഷൻ ഇല്ലേ? ഓക്കെ, ഇതിൽ ഓപ്ഷൻ കാണുന്നില്ല കേട്ടോ. ഇതിൽ കറക്റ്റായിട്ട് വരേണ്ടത് 1, 3 ആൻസർ വരേണ്ടത്. ഡെൽറ്റയൊക്കെ കിഴക്കാണ്. താരതമ്യേന വീതി കൂടുതലുള്ളതും കിഴക്കാണ്, കിഴക്കൻ മേഖലയാണ്. അപ്പോൾ അതിലെന്തായാലും 2ഉം 4ഉം തെറ്റാണ്. അപ്പം 2ഉം 4ഉം തെറ്റാണ്. സോ 1ഉം 3ഉം ശരി. ഓപ്ഷൻ ഇല്ല. നമുക്ക് നോക്കാം. ഇനി 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് SK വസന്തനാണ്. എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയ വർഷം 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ഫസ്റ്റ് കിട്ടിയത്. P. വത്സലയ്ക്ക് 2021 എഴുത്തച്ഛൻ പുരസ്കാരമാണ് P. വത്സലയ്ക്ക് കിട്ടിയത്. സേതുവിനാണെങ്കിൽ 2022 എഴുത്തച്ഛൻ പുരസ്കാരമാണ് കിട്ടിയത്. ഇനി സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ഏത്? കെടാവിളക്കാണ് കേട്ടോ. 1 മുതൽ 8 വരെയുള്ള പിന്നാക്ക വിഭാഗത്തിലുള്ളവർക്ക് കെടാവിളക്ക് പ്രകാരമാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഇനി താലോലം എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ, അതായത് ഹൃദ്രോഗമുള്ള കുട്ടികൾക്കും അങ്ങനെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളുള്ള കുട്ടികൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി ഒന്നും നോക്കാതെ തന്നെ കൊടുക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം എന്ന് വിളിക്കുന്നത്. ഇനി വിദ്യാവാഹിനി ആണെങ്കിൽ ഗോത്രസാരഥി എന്ന പേരിൽ പണ്ട് അറിയപ്പെട്ടിരുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ വിദ്യാവാഹിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഗോത്രസാരഥി എന്ന് പറയുമ്പം ഈ പട്ടിക വർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടുകളിൽ നിന്നും സ്കൂളിലേക്ക് പോകാനുള്ള സൗകര്യപ്രദമായ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. നേരത്തെ ഗോത്രസാരഥി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി വിദ്യാകിരണം എന്ന് പറയുന്നത് ഈ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. BPL കുടുംബത്തിന് മാത്രമേ വിദ്യാകിരണം ബാധകമായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപ്പാദനശേഷി 680 മെഗാവാട്ടാണ്. ഇതിന് ആൻസർ വന്നത് 2ഉം 4ഉം തെറ്റാണ്. അതായത് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥാപിതശേഷി 780 മെഗാവാട്ടാണ്.
അതിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മാണം സാധിച്ചത് കാനഡ തന്നെയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. ഇനി ഏറ്റവും വലുത് ചോദിച്ചുള്ളത് കുത്തുങ്കലുമാണ്. ഇനി കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. മലനാടുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. കാരണം 75 മീറ്ററിലും ഉയരമുള്ളതാണ് മലനാടുകൾ. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ് ശരിയല്ലാത്ത പ്രസ്താവന? 1 മാത്രമാണ് കേട്ടോ. ഇതിൽ 1 മാത്രമാണ് ശരിയല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ISRO സ്ഥാപിതമായ വർഷം എന്നാണ്? അതാണ് 1969 ISRO സ്ഥാപിതമായത്. ഇനി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ്? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ്? അറബിക്കയാണ് കേട്ടോ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറബിക്കയാണ്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ബീഹാറാണ് ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ചത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, ജവഹർലാൽ നെഹ്റു, VP മേനോൻ, സർദാർ പട്ടേൽ, VP മേനോൻ, സർദാർ പട്ടേൽ, അംബേദ്കർ. ആരാണ്? സർദാർ പട്ടേലും നമ്മുടെ VP മേനോനുമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട കരാറ് തയ്യാറാക്കിയത്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. ഇവയെല്ലാം ശരിയാണ് കേട്ടോ. വോട്ടർ പട്ടിക തയ്യാറാക്കലുണ്ട്, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കലും, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം അവർ തന്നെയാണ്, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കലും അവരാണ്. ഇനി സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഏത്? ആദ്യത്തെ L1 ആണ് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ളത്. മംഗൾയാൻ ആണെങ്കിൽ നമ്മുടെ ചൊവ്വ ദൗത്യമാണ്. ഗഗൻയാൻ ആണെങ്കിൽ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ദൗത്യമാണ്. ശുക്രയാൻ ആണെങ്കിൽ ശുക്രനെ പറ്റി പഠിക്കാനുള്ള ദൗത്യമാണ്. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം. ഇത് ഈ ഒരു കഴിഞ്ഞ എക്സാമിന് PYQ ആയിട്ട് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? 107 മെഡലുകളാണ് ഇന്ത്യ ഏഷ്യൻ ഗെയിംസ് നേടിയത്. 28 ഗോൾഡ്, 38 സിൽവർ, നമ്മുടെ 41 ബ്രോൺസ്. അങ്ങനെയാണ് ഇതിൻ്റെ മെഡലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇതിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 4ാം സ്ഥാനമാണ്. ഫസ്റ്റ് സ്ഥാനം ചൈനയാണ്, സെക്കൻഡ് ജപ്പാനാണ്, 3 സൗത്ത് കൊറിയയാണ്. ഇനിയും താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഗോതമ്പ്, നെല്ല്, പഴവർഗ്ഗങ്ങൾ, കടുക്. ഏതാണ്? നെല്ലാണ് ഖാരിഫ് വിള. ഗോതമ്പും കടുകും ഏതാണ്? റാബി വിളയാണ്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ സെയ്തിൽ വരും. ഇനി യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരമാണ് ഏത്? കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് സാഹിത്യ നഗരം ഡേ ആയിട്ടൊക്കെ ആചരിക്കുന്നത് ജൂൺ 23-നാണ്. കാരണം ജൂൺ 23-നാണ് അതിന് സാഹിത്യ നഗര പദവി കൊടുത്തത്. MP രാജേഷാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയായ MP രാജേഷാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതുപോലെ തന്നെ യുനെസ്കോയുടെ സംഗീത പദവി കിട്ടിയ അല്ലെങ്കിൽ മ്യൂസിക്കൽ പദവി കിട്ടിയ ഇന്ത്യൻ സിറ്റി ചോദിച്ചാൽ ഗ്വാളിയറാണ്. ഗ്വാളിയർ. ഇനി കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ് കേട്ടോ. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. ഇനി ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാണെന്ന്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ബാർക്കാണ് കേട്ടോ. ബാർക്കാണ് ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ചോദിച്ചാൽ അത് ബാർക്കാണ് കേട്ടോ. ബാർക്കാണ് ആ ഒരു സംവിധാനം വികസിപ്പിച്ചത്. ഇനി പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഈ ബുക്ക് എഴുതിയത് അരുൺ അലോഷ്യസ് ആണ് കേട്ടോ. നമ്മുടെ കോവളം ബീച്ചിൽ സ്ക്യൂബ ഡൈവറാണ് അരുൺ അലോഷ്യസ്. അവർ അണ്ടർ വാട്ടറിൽ പോയിട്ടാണ് ഈ ഒരു ബുക്ക് പ്രകാശനമൊക്കെ ചെയ്തത്. ഇനി താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെറിബറി എന്ന രോഗം വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത. ബെറിബറി എന്ന രോഗം വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന എ എന്താണ്? നിശാന്തത ശരിയാണ്. പിന്നെ വർണ്ണാന്തത എ എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ നിശാന്തത എ ഫസ്റ്റ് വൺ ശരിയാണ്. പിന്നെ 4 അതിൽ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 1ഉം 4ഉമാണ് ശരി. ബെറിബറി എന്നുള്ളത് എന്താ? ഇന്ത്യൻ്റെയാണ്, വൈറ്റമിൻ ബിൻ്റെയാണ്. സ്കർവിയാണ് വൈറ്റമിൻ സിൻ്റെത്. ഇനി വർണ്ണാന്തത അല്ലെങ്കിൽ നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ജനറ്റിക് ഡിസീസാണ്.
ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് ചെവിയിലാണ്. സ്റ്റേപ്പീസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത്. ഇനി ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന ഏതാണെന്ന്. ഓക്കെ, ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടില്ല. ബുദ്ധിമാന്റെ നെല്ലെന്നറിയപ്പെടുന്ന ഏതാണെന്ന് അറിയില്ല കേട്ടോ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. മെറാക്കിൾ റൈസ് അല്ലെങ്കിൽ അത്ഭുത നെല്ല് അരി എന്നൊക്കെ അറിയപ്പെടുന്ന IR8 ആണ്. ഫിലിപ്പൈൻസിൽ വികസിപ്പിച്ച IR8 അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. ബാക്കി ബുദ്ധിമാന്റെ നെല്ല് പ്രൊഫഷണൽ വരുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇനി ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക് തലത്തിലെ ജീവികൾ എപ്പോഴും ഇവരായിരിക്കും. ആരാണ്? ഒന്നാം ട്രോപ്പിക് തലത്തിലെ ജീവികൾ ആരാണ്? അത് ഉൽപ്പാദകരാണ് കേട്ടോ. ഒന്നാം ട്രോപ്പിക് തലത്തിൽ ഉൽപ്പാദകരാണ്. രണ്ടാം ട്രോപ്പിക് തലത്തിൽ പ്രാഥമിക ഉപഭോക്താക്കളാണ്. വിഘാടകർ ഏറ്റവും അവസാനത്തെ ആൾക്കാരായിരിക്കും. ഇനി അലൂമിനിയത്തിൻ്റെ ഒരു ധാതുവാണ് ജിപ്സം, ക്രയോലൈറ്റ്, ലൈംസ്റ്റോൺ, മാഗ്നറ്റൈറ്റ്. ക്രയോലൈറ്റ് ആണ് കേട്ടോ. ക്രയോലൈറ്റും ബോക്സൈറ്റും ഒക്കെ അലൂമിനിയത്തിൻ്റെയാണ്. ജിപ്സം കാൽഷ്യത്തിൻ്റെയാണ്. ഇനി മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ് എന്നൊക്കെ പറയുന്നത് അയണിൻ്റെയാണ്. ലൈംസ്റ്റോൺ ആണെങ്കിൽ കാൽഷ്യത്തിൻ്റെയാണ്. ഇനി 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. ഇതിന് ആൻസർ കോയമ്പത്തൂരാണ് കേട്ടോ. കോയമ്പത്തൂരാണ് 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. ഇനി 2023 സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2023 സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ടോവിനോ തോമസ് ആണ് കേട്ടോ. ടോവിനോ തോമസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴത്ത് നിൽക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? പവർ വോട്ട്, ഊർജം ജൂള്, പ്രവൃത്തി ജൂള്, ബലം പാസ്കൽ. ഏതാണ് തെറ്റ്? ബലമാണ്. ബലം ന്യൂട്ടൺ ആണ്, പ്രഷറാണ് പാസ്കൽ. പ്രവൃത്തിയും ഊർജ്ജമൊക്കെ ജൂള് തന്നെയാണ്. പവർ ആണെങ്കിൽ അത് വോട്ടാണ്. അടുത്തത്, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? പോളിത്തീൻ, നൈലോൺ, PVC, ബേക്കലൈറ്റ്. ഏതാണ്? ബേക്കലൈറ്റ് ആണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത്. ബേക്കലൈറ്റ് തെർമോസെറ്റിംഗ് ആണ്. ഇനി താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? താപത്തിൻ്റെ SI യൂണിറ്റ് ആണ് ജൂള്. താപത്തിൻ്റെ SI യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് സെൽഷ്യസ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. അതുപോലെ താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. 1ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഇനി കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതെല്ലാമാണ്? കോൺവെക്സ് ആണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് എന്തൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന്? ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വെള്ളയെഴുത്ത്, മാലക്കണ്ണ്. ഇതിൽ ദീർഘദൃഷ്ടി നമ്മുടെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പം 2ഉം 3ഉമാണ് ഇതിൽ. വെള്ളയെഴുത്തും ഉണ്ട്. 2ഉം 3ഉമാണ് ആൻസറായിട്ട് വരുന്നത്. ദീർഘദൃഷ്ടിയും നമ്മുടെ വെള്ളയെഴുത്തുമാണ് ഇത് വെച്ച് പരിഹരിക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് കുഷ്ഠമാണ് കേട്ടോ. കുഷ്ഠവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അശ്വമേധം പദ്ധതി. ഇനി നിപ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹകജീവി ഏത്? നിപ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹകജീവി എന്നറിയപ്പെടുന്നത് നമ്മുടെ വവ്വാലാണ്. ഇനി താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഫാറ്റി ലിവർ, പക്ഷാഘാതം, പ്രമേയം, ഹീമോഫീലിയ. ഹീമോഫീലിയാണ് നമ്മുടെ ജീവിതശൈലി രോഗമല്ലാത്തത്. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? താലോലം, സ്നേഹപൂർവ്വം, ആർദ്രം, മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയാണ് അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ടത്. ആർദ്രമാണെങ്കിൽ നമ്മുടെ പ്രാഥമിക ഹോസ്പിറ്റലുകളിലെ OP സംവിധാനവും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്. നവകേരള മിഷൻ, നവകേരള പദ്ധതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പദ്ധതിയാണ് ആർദ്രം. ഇനി സ്നേഹപൂർവ്വമാണെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ മരിച്ചതോ അല്ലെങ്കിൽ മാതാപിതാക്കൾ 2 പേരും മരിച്ചതോ ആയിട്ടുള്ള കുട്ടികൾക്ക് സഹായം കൊടുക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. ഇനി താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? വിമുക്തി, ജീവനി, ഉഷസ്, മിഠായി. ഇതിലേതാണ് എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി? ഇതിൽ വിമുക്തി മിഷനാണ് എക്സൈസ് വകുപ്പിൻ്റെത്. അതായത് കുട്ടികളിലേക്ക് ഡ്രഗ്സിന് അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ ഒരു അഡിക്ഷൻ മാറ്റാനുള്ള നമ്മുടെ എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് വിമുക്തി മിഷൻ. വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഇനി സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? മെഡിസെപ്പ് ആണ് കേട്ടോ. സർക്കാർ ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ആണ്. 2022 ജൂലൈ 1 മെഡിസെപ്പ് നിലവിൽ വന്നത്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ക്ഷയം BCG, ടെറ്റനസ് OPV, ഡിഫ്തീരിയ MMR, പോളിയോ DPT.
ഇതിലേതാണ് ശരിയായിട്ടുള്ള ജോഡികൾ? അതിൽ ക്ഷയം BCG ശരിയാണ്. ഡിഫ്തീരിയ MMR അല്ല. MMR നമ്മുടെ മീസിൽസ്, മംസ്, റുബെല്ല വാക്സിൻ ആണ്. അപ്പം 3 എന്തായാലും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ പോളിയോ എന്ന് പറയുന്നത് DPT അല്ല. DPT നമ്മുടെ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. OPV ആണ് പോളിയോ ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ടെറ്റനസും ഡിഫ്തീരിയയും പോളിയോയും തെറ്റാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ക്ഷയം മാത്രമാണ്, 1 മാത്രം. ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത്? രക്തത്തിന് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ് ഏത്? ഇരുമ്പാണ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്. ഇതിൽ കോളറ വായുവിലൂടെ പകരുന്ന രോഗമല്ല. കോളറ നമ്മുടെ മലിനമായിട്ടുള്ള ജലം, ഫുഡിൽ നിന്നൊക്കെ പകരുന്ന രോഗമാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. ഇനി ഡിഫ്തീരിയ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബാക്ടീരിയൽ രോഗം തന്നെയാണ്. കോർണി ബാക്ടീരിയ കാരണമാണ് ഡിഫ്തീരിയ ഉണ്ടാകുന്നത്. ഇനി ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണെന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ ചിക്കൻ ഗുനിയ മെയിൻലി പറയുന്നത് കൊതുക് വഴി പകരുന്ന രോഗം എന്നാണ് ചിക്കൻ ഗുനിയ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. നമ്മൾ വായുവിലൂടെ പകരുന്ന രോഗം എന്ന് പറയുമ്പോൾ അത് ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം, ഇത്രയാണ് വായുവിലൂടെ പകരുന്നത്. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നത് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തമാണ്. ഈച്ച മുഖേനയാണ് കോളറ, വയറിളക്കം. ഈച്ച മുഖേനയും കോളറ ഉണ്ട് കേട്ടോ. അപ്പോൾ കോളറ, വയറിളക്കം, ഈച്ച മുഖേന. കൊതുക് മുഖേനയാണ് ഈ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മന്ത്, മലമ്പനിയൊക്കെ വരുന്നത്. സമ്പർക്കം മുഖേനയാണെങ്കിൽ അത് ചെങ്കണ്ണം, കുഷ്ഠമൊക്കെ സമ്പർക്കം മുഖേനയാണ്. ഇനി അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏത്? അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമാണ് ഏത്? മലമ്പനിയാണ് കേട്ടോ. മലമ്പനിയാണ് അനോഫിലസ് പെൺകൊതുകുകൾ. ഇനി ഈഡിസ് ഈജിപ്റ്റ് ആണെങ്കിൽ ഡെങ്കിപ്പനിയാണ്. മന്താണെങ്കിൽ ഫൈലേറിയൽ വിരയാണ്. ക്യൂലിക്സ് കൊതുക് വഴി പകരുന്നതാണ്. ഇനി ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പ് പദ്ധതിയുടെ പേരുണ്ട്. ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ടുള്ളത് അത് പൊൻവാക്കാണ് കേട്ടോ. പൊൻവാക്ക് പദ്ധതിയാണ് ശൈശവ വിവാഹം തടയാനുള്ള പദ്ധതി. ഇനി മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ എന്ന് പറയുന്നത് മോഹൻലാലാണ് കേട്ടോ. മൃതസഞ്ജീവനിയുടെ മോഹൻലാലാണ്. സുദൃഢം പദ്ധതി, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട സുദൃഢം പദ്ധതിൻ്റെ ആണ് നമ്മുടെ മമ്മൂട്ടി. ഇനി ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുവാൻ കഴിവുള്ള രോഗാണു ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറസ് ആണ് കേട്ടോ. വൈറസ് എന്ന് പറയുമ്പോൾ ആതിഥേയ ജീവിയുടെ ജനിതക ഘടന ഉപയോഗിച്ചാണ് അത് പെരുകുന്നത്. അതിന് സ്വന്തമായിട്ട് സെല്ലോ ഓർഗനൽസോ കോശ ശരീരങ്ങളോ അല്ലെങ്കിൽ കോശ ഓർഗനൽസോ ഒന്നുമില്ല. അതൊരു DNA, ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA ആയിരിക്കും വൈറസ് എന്ന് പറയുന്നത്. അതിന് സ്വയം പെരുകാനുള്ള ശേഷി ഉണ്ടാവില്ല. ആതിഥേയ ജീവികളുടെ സഹായത്തോടെ മാത്രമേ അത് പെരുകുകയുള്ളൂ. ഇനി ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏത്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏതാണെന്ന്? ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി, യുനാനി. ഇതിൽ ആയുഷ് വകുപ്പിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ഏതാണ്? അലോപ്പതിയാണ് കേട്ടോ. അലോപ്പതി ആയുഷിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, അടുത്ത മാത്സ് പ്രോബ്ലംസ് ആണ്. അത് ഞാൻ ഇടുന്നില്ല കേട്ടോ. GK മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ മാത്സ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.